ആര്യനെ പറയാം. എല്ലാരും വിളിച്ചു. കാരണം പറയുകയാണെങ്കിൽ ആര്യൻ ഗെയിം ടാസ്കിലൊന്നും അല്ലാണ്ട് ഇൻഡിവിജ്വലി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. എപ്പോഴും ജിസേലിന്റെ ഒരു ഷെയ്ഡായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെന്താ വെച്ചാല് എന്താ പറയാ, സീരിയസ്നെസ് ഇല്ലാത്ത പോലെ എല്ലാം തമാശയായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നി. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ, എനിക്ക് റെസ്റ്റ് എടുക്കണം, വല്ലാത്ത ക്ഷീണം. ആയിക്കോട്ടെ, പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുമോ? ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമാവട്ടെ, അത് നീ സീരിയസ് ആക്കി എടുക്കോ, നീ സീരിയസ് ആക്കിയോ, അത് കുഴപ്പമില്ല. പക്ഷെ നീ സീരിയസ് ആയിക്കോ, എനിക്ക് പ്രശ്നമല്ല. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ നിന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതാണ് പ്രശ്നം. പ്രശ്നം ഗുരുതരമാണ്. അതാണ് എന്നോട് പറയണ്ടത്. നീ എന്നോട് പറയാ, ആദിലനോടല്ല പറയണ്ട. എന്നോട് പറയുന്നത് എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വെക്കും. നിനക്ക് എന്നോട് ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, നീ ചിരിച്ചിരുന്നോ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാൻ മോനെ.